അങ്ങനെ അലുവാദിൽ എന്ന് പറയുന്ന ആൾ അലുവ പോലെ സോഫ്റ്റ് ആയ ആളല്ല. അയാൾ മദ്യപിക്കില്ല അത്രേ. അയാൾ ഈ പറയുന്ന മദ്യപാന സദസ്സൊന്നും ഇരിക്കില്ല, ഒരു മയക്കുമരുന്നും തൊടില്ല. പക്ഷേ ആൾക്കാരെ കൊല്ലൽ എന്ന് പറയുന്ന ഹരമാക്കിയ ആളാണ്. കൂടം കൊണ്ട് തലക്കടിച്ച് കൊല്ലുക, അമ്മ അപ്പുറത്ത് മുറിയിരിക്കുമ്പോഴേക്കും ജിം സന്തോഷ കൊട്ടേഷൻ എടുത്ത് വെട്ടിക്കൊലപ്പെടുത്തുക, അങ്ങനെ മനസ്സ് മരവിച്ച ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വാളെടുത്തവൻ വാളാൽ എന്ന പേരിന് തീർത്തും അർഹനായ ആളാണ് അലുവ അതുൽ. കൊല്ലപ്പെട്ട ഒരാളിനെ പറ്റി അങ്ങനെ പറഞ്ഞ് ശരിയാണോ എന്നറിയില്ല, മരിച്ചു പോയല്ലോ എന്തായാലും. അപ്പോൾ ഹരിദാസ്, ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അവരങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നു, കുത്തുന്നു, ചാവുന്നു, അവരുടെ ലോകം എന്ന് കരുതി സമാധാനിപ്പിക്കാൻ പറ്റുമോ? ഒരു സംഘം വിചാരിച്ചാൽ അതാരെയാണെങ്കിലും നടു റോഡിൽ ഇത്തരത്തിൽ വളരെ സിമ്പിളായി കൊല്ലാം എന്നല്ലേ ആ ദൃശ്യങ്ങൾ നൽകുന്ന കൃത്യമായ മെസ്സേജ്? ശ്രീ എം കെ ഹരിദാസ്. നോക്കൂ ഹാഷ്മി, ഇവിടെ താങ്കൾ ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ആരും അമ്പരക്കില്ലാന്ന്. ഈ ഇരുളിൻ്റെ മറവിലാണ് സാധാരണ ഗുണ്ടകൾ ഇത്തരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടങ്ങൾ നടത്തിയിട്ട് എതിർ പാർട്ടിയിൽപ്പെട്ടവരായാലും അവരെടുത്ത കൊട്ടേഷനിലെ ആൾക്കാരെയായാലും കൊല്ലാറുള്ളത്. ഇത് പട്ടാപ്പകൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് തിരിച്ചു പോകുന്നൊരു ഗുണ്ടയെ നടു റോട്ടിൽ വെച്ചിട്ട് ഈ കൊല്ലുന്ന സീൻ കണ്ടപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ കയ്യും കാലും വിറച്ചു ഞാനത് കണ്ടപ്പോൾ. കാരണം ഞാൻ നേരിട്ടിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ കോട്ടയത്തുണ്ടായിട്ടുള്ള സംഭവം നമുക്കറിയാം. ഗുണ്ട ഒരു 18കാരനെ തങ്ങളെ ഒറ്റിക്കൊടുക്കുമെന്ന സംശയത്തിൽ കൊന്നിട്ട് ആ ശവം കൊണ്ടിട്ടത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മറന്നിട്ടില്ല. ചെന്താമരയ്ക്ക് കൃത്യമായിട്ട് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ചെന്താമര കൊലപാതകങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോലീസ് വേണ്ടത്ര ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ട് ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾ അനാഥമായിട്ട് ഇപ്പോൾ ചെന്താമര ജയിലിലാണെങ്കിലും ആ 2 പെൺകുട്ടികളുടെ ജീവിതം അനാഥമാക്കിയത് ഇത്തരത്തിലുള്ള പോലീസിൻ്റെ വീഴ്ച മൂലമാണ്. ഈ നമ്മുടെ സഹോദരന്റെ ഭാര്യ മൊഴി മാറ്റി കേട്ടോ, അതുകൂടി ഞാൻ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. പ്രധാനപ്പെട്ട സാക്ഷികളാണ്. അയ്യോ, അതെന്തോ ആവട്ടെ, നമ്മുടെ ഇപ്പോൾ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ പോത്തൻകോട് ഉണ്ടായത് എന്താണ് ഹാഷ്മി, എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പറയുന്നത് എന്താ, ഒരു ഗുണ്ടാ ഗാങ് മറ്റൊരു ഗുണ്ടാ തലവൻ്റെ കാല് വെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ദിശ നോക്കിയിട്ടാണ് അത് വലിച്ചെറിഞ്ഞു കൊടുത്തത്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ പരമ്പര വായിച്ച് ഞാനിത് 2 പേജ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ചർച്ചയ്ക്ക് അലോസരപ്പെടുത്തുമെന്നതിനാൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു 65 വയസ്സുണ്ട്. 50 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളിലൊക്കെ അത്രയേറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയാണ്, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലൊരു ആഭ്യന്തര വകുപ്പുണ്ടോ, കേരളത്തിലൊരു പോലീസ് സേനയുണ്ടോ, ആ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം തോന്നുന്ന നിലയ്ക്കാണ് നമ്മുടെ കേരളത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അല്ലാതെ ഗുണ്ടാ ഗാങ്ങുകൾ പരസ്പരമുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പട്ടാപ്പകലെ ഒരു മാസ്ക് പോലും വെക്കാതെ, ഒരു മുഖം പോലും മറയ്ക്കാതെ ഒരു കൊലപാതകം നടു റോട്ടിൽ കേരളത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ അതിന് അടിക്കുറിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് UP-യിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ മറ്റ് വടക്കൻ പിന്നോക്ക സംസ്ഥാനങ്ങളിലോ നടക്കുന്ന ഒരു കൊലപാതകമായിട്ടാണ് ഞാൻ ആദ്യം ചിത്രീകരിച്ചത്. നമ്മുടെ കേരളത്തിലെ സാക്ഷര കേരളത്തിലെ പ്രബുദ്ധ ജനതയുള്ള നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു കൊലപാതകം പട്ടാപ്പകൽ നടന്നു എന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്, നമ്മുടെ പോലീസിൻ്റെ പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇവൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ അടുത്ത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തെളിവൊന്നും തരാനില്ല. നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇവൻ പുറത്തിറങ്ങിയാൽ ഇവൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ട് അവൻ ഒപ്പിട്ടിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവനൊരു നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമ്മുടെ പോലീസ് തയ്യാറായില്ല? ആഷ്മി, ഇതിൽ ഒരു കാര്യം എല്ലാ ചർച്ചകളിലും ഞാൻ പറയുന്നത് ആവർത്തന വിരസമാണ് തോന്നുമെങ്കിലും ആൺഗുണ്ടയ്ക്ക് പെൺഗുണ്ടയിൽ ഉണ്ടാകുന്ന മക്കളൊന്നും അല്ല ഈ ഗുണ്ടകൾ. ഇവിടുത്തെ അബ്കാരികളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചെലവും കൊടുത്ത് വളർത്തിയെടുത്തവരാണ് ഇവിടുത്തെ ഗുണ്ടകൾ. ആ ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്കൊരാപത്ത് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കാനും അവരെ ആ കേസിൽ നിന്ന് തലയൂരി കൊടുക്കാനും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അബ്കാരികളും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞിട്ടുള്ള ഈ ഫ്ലാറ്റ് ഓണേഴ്സ്, ഈ കരിങ്കൽ കോറി ഉടമകൾ, ഇവർക്ക് പിന്തുണ നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഗുണ്ടാ ഗാങ്ങുകൾ ഇത്ര വളരുന്നത്. ഇവരെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലെ ഈ ഗുണ്ടാ ആക്ട് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഈ കാപ്പ ചുമത്തിയത് കൊണ്ടൊന്നും, കാപ്പ ചുമത്തിയിട്ട് ആഷ്മി എന്താ ചെയ്യുന്നത്? ഈ ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് നാട് കടത്തുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വ്യവസ്ഥിതിയൊക്കെ ഇത്രത്തോളം വളർന്നു വലുതായൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു
പൊരിഞ്ഞ ഗുണ്ടയെ അല്ലെങ്കിൽ ഒരു മികവുറ്റ ഗുണ്ടയെ പിടിച്ചിട്ട് അടുത്ത ജില്ലയിലേക്ക് നാട് കടത്തിയത് കൊണ്ട് അയാൾക്ക് അവിടെ ഇരുന്നിട്ട് അവരുടെ ഓപ്പറേഷൻ നിർണ്ണയിക്കാൻ സാധിക്കുന്നില്ലേ? ഇവിടെ ജയിലിലിരുന്നു കൊണ്ട് പിടിക്കപ്പെട്ട സ്വർണം എങ്ങനെ പങ്കുവെക്കണമെന്ന് കൊടി സുനിയും കൂട്ടരുമൊക്കെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഗുണ്ടകളെ അടുത്ത ജില്ലയിലേക്ക് നാട് കടത്തുക, ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട് ബോണ്ട് വെച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വേണ്ടത്. ഗുണ്ടകളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അകത്തിടാനും അവർ കൃത്യസമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള ഒരു നിയമം നമുക്ക് വേണം. അവർ മാനസാന്തരം വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി മാത്രം അവരെ പുറത്തേക്ക് വിടണം. അല്ലാത്തിടത്തോളം കാലം ഇന്ന് നമ്മൾ കണ്ട ദൃശ്യം ഹാഷ്മി പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ അലുവ അതുലിൻ്റെ ആൾക്കാരെ മറ്റേ ഗ്യാങ്ങിലുള്ളവരെ കൊല്ലാതിരിക്കില്ല, യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ 6 മാസത്തെ താമസം അല്ലെങ്കിൽ 1 കൊല്ലത്തെ താമസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊലപാതകം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തൃശ്ശൂർ പത്രസമ്മേളനം നടത്തിയിട്ട് ഗുണ്ടകൾ പോലീസുകാർക്ക് മാർക്കിട്ട് കൊടുക്കുന്നത് കണ്ട കേരളമാണ്. മറ്റേ DYSPക്ക് ഞങ്ങൾ ഫുൾ മാർക്ക് കൊടുക്കും, കാരണം അദ്ദേഹം നല്ല സ്വഭാവത്തിലാണ് ഞങ്ങളോട് പെരുമാറുക. പക്ഷേ ആ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം ശരിയല്ല. നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിലാണ് ഗുണ്ടകൾ പറയുന്നത് ഇന്ന പോലീസ് ഓഫീസറുടെ ഇത്ര മാർക്ക് കൊടുക്കാവുന്ന പ്രവർത്തനമാണ്, ഇന്ന പോലീസ് ഓഫീസർ. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലൊരു ആഭ്യന്തര വകുപ്പുണ്ടോ? ആ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാൻ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ടോ? പോലീസ് മേധാവിമാരുണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചു പോകുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുവെങ്കിൽ ഒരു ഗുണ്ടയുടെ പാർട്ടിക്ക് കള്ളുപിടിക്കാൻ വേണ്ടി അല്ല കള്ളുടി പാർട്ടിയിലേക്ക് ഒരു DYSP പോകുന്നു, അതിനേക്കാൾ താഴെ റാങ്കിലുള്ള പോലീസുകാർ വരുമ്പോഴേക്ക് ഓടി ഒളിക്കുന്നത് എവിടെയാണ്? ടോയ്ലറ്റിൽ കയറി ഒളിക്കുകയാണ്. വേറൊരു DYSP മകളുടെ ബർത്ത്ഡേക്ക് ഗുണ്ടകളെ കൊണ്ട് പിരിവ് നടത്തുന്നു. അങ്ങനെ എന്തൊക്കെ വാർത്ത നമ്മൾ കണ്ടു ശ്രീ ഹരിദാസ്? ഞാൻ അങ്ങനെയൊക്കെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.